പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 4. അപ്പോഴേക്കും റോസി അമ്മച്ചി റെഡിയായി പുറത്ത് ഗായത്രിയുടെ അമ്മയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗായത്രിയുടെ അമ്മയും വേഗം തന്നെ റെഡിയായി ഓടിച്ചെന്നു. ഞാൻ കുറച്ച് വൈകിയല്ലേ, ഗായത്രിയുടെ അമ്മ പറഞ്ഞു. കുഴപ്പമില്ല എന്ന് റോസി അമ്മച്ചി പറഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഫോർച്യൂണിലേക്ക് കയറി. റോസി അമ്മച്ചി തന്നെയാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്തത്. അമ്മച്ചിയും ഗായത്രിയുടെ അമ്മയും കൂടി പോകുന്നത് മുറ്റത്ത് നിന്ന് ഗൗരിയും ഗായത്രിയും നോക്കി നിന്നു. അവിടെ സിറ്റൗട്ടിൽ നിൽക്കുന്ന ത്രേസി ചേച്ചിയോട് മോനെ ഉറങ്ങിയോ, ഗായത്രി ചോദിച്ചു. അതെ, ഉറക്കാണ്. എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാനുള്ള പാലും കുറുക്കും എല്ലാം എടുത്ത് വെച്ചിട്ട് അമ്മച്ചി പോയിരിക്കുന്നത്. പക്ഷേ അമ്മച്ചിയുടെ അടുത്തല്ലാതെ അവൻ മറ്റാരുടെയും അടുത്ത് മെരുങ്ങണമെങ്കിൽ അവൻ്റെ പപ്പ തന്നെ വരണം, ത്രേസി ചേച്ചി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഗൗരിയും ഗായത്രിയും തിരിച്ച് വീട്ടിലേക്ക് കയറി. വീട്ടിലേക്ക് കയറിയതും ഗൗരി കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. കുഞ്ഞ് ഉറക്കമാണ് എന്ന് കണ്ടതും, ഗായത്രി നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയി കുഞ്ഞിൻ്റെ കുറച്ച് തുണികളുണ്ട്, ഞാൻ മാറിയിട്ട ഡ്രസ്സും അതൊന്ന് കഴുകിയിടട്ടെ, അവൾ പറഞ്ഞു. എടി, അത് വാഷിംഗ് മെഷീനിലിടാം, ഗായത്രി പറഞ്ഞു. വേണ്ടടാ, എന്തായാലും കുഞ്ഞിൻ്റെ തുണി കഴുകണം, ഇന്നലെ ഇട്ടത് മാത്രമേ ഉള്ളൂ, അവൾ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഗായത്രി കുഞ്ഞിൻ്റെ അടുത്ത് പോയി കിടന്നു. അവളും കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നത് കണ്ട് ഗൗരി പുറകുവശത്തേക്ക് ചെന്നു. അവിടെ 2 വീട്ടുകാർക്കും ഉപയോഗിക്കാൻ എന്നതുപോലെയാണ് അലക്കുകല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. അവൾ വേഗം തന്നെ കുഞ്ഞിൻ്റെ ഡ്രസ്സും അവളുടെ ഡ്രസ്സും കഴുകി വിരിച്ചു. കഴുകി കഴിഞ്ഞപ്പോഴേക്കും അവൾ നനഞ്ഞിരുന്നു. അതെല്ലാം വിരിച്ചിട്ട് പുറകുവശത്ത് വീണ് കിടക്കുന്ന കുറച്ച് കരിയിലകൾ അവൾ തൂത്ത് വൃത്തിയാക്കിയതിനു ശേഷം അകത്തേക്ക് കയറി വന്നു. റൂമിൽ വന്നപ്പോൾ ഗായത്രി കുഞ്ഞിൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നത് കണ്ടതും അവൾ വേഗം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുളിച്ച് വേഷം മാറി അവൾ പുറത്തേക്ക് ഇറങ്ങി. ഗായത്രിയും കുഞ്ഞും ഉറങ്ങുന്നത് കണ്ടതും അവൾ മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ അപ്പോഴും ഒരു തണുപ്പാണ്. അവൾ മുൻവശത്തെ ചെടികൾക്കിടയിലൂടെ ഒന്ന് നോക്കി. വലിയ മരങ്ങളും കൊക്കോ, കാപ്പി, ചാമ്പയ്ക്ക, മാവ്, റംബൂട്ടാൻ, മംഗോസ്റ്റ്, അങ്ങനെ വേണ്ട അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളും അവിടെയുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ മുടിയഴിച്ചിട്ട് അവിടെ നിന്നും ഉണക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് തുടങ്ങിയത്. അവൾ ഒന്ന് ശ്രദ്ധിച്ചു. കരച്ചിൽ കൂടി വരുന്നത് കണ്ടതും അവൾ അറിയാതെ തന്നെ അവളുടെ കാലുകൾ ആ വീട്ടിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. അവൾ സിറ്റൗട്ടിൽ വന്ന് നോക്കുമ്പോൾ അകത്ത് ആരുമില്ല എന്ന് കണ്ടതും അവൾ അകത്തേക്ക് കയറി. അപ്പോഴും താഴെയുള്ള ഒരു റൂമിൽ നിന്നും കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവൾ ആ കരയുന്ന ശബ്ദം കേട്ട് ആ റൂമിലേക്ക് നടന്നു. അവിടെ കുഞ്ഞിനെയും എടുത്ത് ത്രേസി ചേട്ടത്തി നടക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞിൻ്റെ കരച്ചിൽ നിർത്തുന്നില്ല. അവനെ കൊണ്ട് ഫീഡിംഗ് ബോട്ടിൽ പാല് കുടിപ്പിക്കാൻ നോക്കുകയാണ്. എവിടെ കുടിക്കുന്നില്ല. അപ്പോഴാണ് വാതിക്കൽ നിൽക്കുന്ന ഗൗരിയെ അവർ കാണുന്നത്. മോളോ? അത് ചേച്ചി, കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ വന്നതാണ്, അവൾ പറഞ്ഞു. പാല് കുടിക്കാൻ കൊടുക്കുക മോളെ, ഇനിയിപ്പോൾ റോസി അമ്മച്ചി എപ്പോഴാണ് വരാ? അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിന് വയ്യാതെയാവും, അവർ വിഷമത്തോടെ പറയുന്നത് കേട്ടതും ഞാൻ എടുക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞ് ഗൗരി കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. അവൾക്ക് ആ കുഞ്ഞു മോൻ്റെ മുഖം കാണണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി. അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു വൈറ്റ് ടവലിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ. കരച്ചിൽ കാണണം, മുഖമെല്ലാം ചുവന്ന് തൊടുത്തിട്ടുണ്ട്. ചേട്ടത്തി വളരെ ശ്രദ്ധയോടെ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഗൗരി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അപ്പോഴും കരയുകയാണ്. അവൾ പതിയെ തട്ടി കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് കരച്ചിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി തോന്നി. കരച്ചിൽ കുറഞ്ഞല്ലോ. മോളൊരു കാര്യം ചെയ്യ്, ഈ പാല് പറ്റുമെങ്കിൽ ഈ കൂർക്കും കുഞ്ഞിനൊന്ന് കൊടുക്കാവോ? രാവിലെ കുറച്ച് പാല് കുടിച്ച് ഉറങ്ങിയതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുന്നുണ്ടാവും, ചേട്ടത്തി പറഞ്ഞു. ഞാൻ കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞ് അവൾ അവരുടെ കയ്യിൽ നിന്നും ആ കുപ്പി വാങ്ങി. അപ്പോഴാണ്, അയ്യോ, ഞാൻ അടുപ്പത്ത് കറി വെച്ചിരിക്കാം, എൻ്റെ ദൈവമേ. മോളെ, മോനെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് വേഗം അവർ കിച്ചണിലേക്ക് ചെന്നു. ഗൗരി കുഞ്ഞിനെ വീണ്ടും പതിയെ തട്ടി തട്ടി കരച്ചിൽ മാറ്റാൻ ശ്രമിച്ചു. വാവേ, കരയല്ലേ, കരഞ്ഞാ വയ്യാതാവില്ലേ, ആശുപത്രി കൊണ്ടുപോവും, കുഞ്ഞാവെ കുത്തിവയ്ക്കേണ്ടി വരില്ലേ, അവൾ എന്തൊക്കെയോ പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ സംസാരം കേട്ട് എന്നതുപോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ പതിയെ പതിയെ കുറഞ്ഞു വന്നു. ഇപ്പോൾ പൂർണ്ണമായും കരച്ചിൽ നിന്നു. അവൻ വളരെ ശ്രദ്ധയോടെ അവളെ നോക്കുന്നത് കണ്ടതും ഗൗരി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. കുഞ്ഞ് ചുണ്ടുകൾ പിളർത്തി കാണിക്കുന്നുണ്ട്.
സങ്കടം വരികയാണെന്ന് അവൾക്ക് മനസ്സിലായി. ആ കുഞ്ഞ് ചുണ്ടു പിളർത്തി വരുമ്പോൾ അത് കണ്ടതും അവൾക്ക് സങ്കടത്തോടൊപ്പം തന്നെ എന്തോ അതിയായൊരു വാത്സല്യവും തോന്നി. അപ്പോഴാണ് കുഞ്ഞിച്ചക്കൻ്റെ കൈകൾ അവളുടെ മാറിൽ പരതുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ കയ്യിൽ പതിയെ പിടിക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞ് മുഖമിട്ട് അവളുടെ മാറിൽ ഉരയ്ക്കാൻ തുടങ്ങി. അതുകൂടിയായതും എന്തുപോലെ അവൾക്ക് തോന്നിത്തുടങ്ങി. അവൾ കുഞ്ഞിനെ മടിയിലേക്ക് ഇരുത്തി കുപ്പിയിലെ പാല് കുഞ്ഞിന് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്തു ചെയ്യാനാ, വായ തുറക്കുന്നില്ല. ഇനി കുറച്ച് പാലെങ്ങാനും വായിൽ ചെന്നാൽ തന്നെ അത് തുപ്പിക്കളയാനും നോക്കുന്നുണ്ട്. കുടിക്കടാ കുഞ്ഞിച്ചക്ക, വലുതാവണ്ടേ എന്നെല്ലാം ഗൗരി കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അപ്പോഴും കുഞ്ഞിച്ചക്കൻ്റെ കൈകൾ അവളുടെ മാറിലാണെന്ന് മനസ്സിലായതും അവൾക്ക് വല്ലായ്മ തോന്നി. ആ നിമിഷമാണ് അവൾ ശ്രദ്ധിച്ചത്. അവളുടെ ഇടത് മാറിൽ നനവ് പുറത്തേക്ക് വരുന്നു. അത് കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി. ആ നനവിലേക്ക് കുഞ്ഞിച്ചക്കൻ മുഖമിട്ട് ഉരയ്ക്കുന്നത് കണ്ടതും അവൾ കുഞ്ഞിന് കുറച്ച് മാറ്റി നിർത്താൻ ശ്രമിച്ചതും കരച്ചിൽ തുടങ്ങി. പിന്നെ ഗൗരി വാതിക്കലേക്ക് നോക്കി. പിന്നെ ചരിഞ്ഞിരുന്നു കൊണ്ട് അവൾ അവളുടെ മാറിൽ നിന്നും സാരി പതിയെ മാറ്റി ബ്ലൗസിൻ്റെ കൊളുത്തൂരി കുഞ്ഞിന് അവൾ മാറോട് ചേർത്തു. വളരെ ആവേശത്തോടെ ആർത്തിയോടെ ആ കുഞ്ഞിച്ചക്കൻ പാല് കുടിക്കുന്നത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണിപ്പോൾ താൻ ഇങ്ങനെ ചെയ്തതെന്ന് അവൾക്കറിയില്ല. പക്ഷെ എപ്പോഴും തൻ്റെ 2 മാറും ചുരന്ന് പാല് പോകാറുണ്ട്. എപ്പോഴും ഞെക്കിക്കളയുകയാണ് പതിവ്. പ്രാണൻ പോകുന്ന വേദന ഉണ്ടാകാറുണ്ട്. വളരെ സങ്കടവും തോന്നാറുണ്ട്. അങ്ങനെ ഒഴുക്കിക്കളയുന്ന ആ പാല് ഈ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമെങ്കിൽ, ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നാണ് ആ നിമിഷം അവൾ ചിന്തിച്ചത്. കണ്ണീരോടെ അവൾ കുഞ്ഞിനെ നോക്കിയപ്പോൾ കണ്ണ് തുറന്ന് അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഒരു കൈ കൊണ്ട് അവളുടെ മാറിനെ പിടിച്ചുകൊണ്ട് പാല് വേഗം വേഗം കുടിക്കുന്നുണ്ട്. ഇടയ്ക്ക് നെറുകയിൽ പാല് കയറിയതും ചുമയ്ക്കാൻ തുടങ്ങി. ഗൗരി വേഗം കുഞ്ഞിനെ എടുത്ത് പതിയെ തട്ടിക്കൊടുത്തു. പതിയെ പതിയെ കുടിക്കണം മോനെ, അമ്മ എങ്ങും പോയില്ല കേട്ടോ. എൻ്റെ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിട്ട് അമ്മ പോകൂ. അവൾ പോലും അറിയാതെ അവളുടെ വായിൽ നിന്നും അങ്ങനെയാണ് വന്നത്. വീണ്ടും ആൾ പാല് കുടിച്ചു തുടങ്ങി. പാല് കുടിച്ച് കുടിച്ച് ഉറക്കത്തിലേക്ക് പോകുന്നത് കണ്ടതും അവൾ പതിയെ, വളരെ പതിയെ കുഞ്ഞിൻ്റെ തുടയിൽ താളം പിടിച്ചു. കുഞ്ഞ് പൂർണ്ണമായും ഉറങ്ങിയെന്ന് കണ്ടതും അവൾ ബെഡിലേക്ക് കിടത്തി. ഡ്രസ്സെല്ലാം നേരെയിട്ട് കുപ്പിയിലുണ്ടായിരുന്ന പാല് അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലേക്ക് കയറി കളഞ്ഞു. അല്ലെങ്കിൽ ത്രേസി ചേച്ചിക്ക് സംശയം തോന്നിയാലോ എന്ന് കരുതിയാണ് അവൾ അങ്ങനെ ചെയ്തത്. അവൾ വീണ്ടും കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. നിഷ്കളങ്കമായി ഉറങ്ങുന്ന ആ കുഞ്ഞിനോട് അവൾക്ക് വല്ലാത്ത വാത്സല്യം തോന്നി. ആ കുഞ്ഞിന് തൻ്റെ മകളുടെ മുഖച്ഛായ ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ശരിയാണല്ലോ, കുഞ്ഞു കുട്ടികളുടെ എല്ലാവരുടെയും മുഖം ഒരുപോലെ ഇരിക്കുന്നത് പോലെ തോന്നാറുണ്ട്. അവൾ കുഞ്ഞിൻ്റെ 2 സൈഡിലും പില്ലോ വെച്ചുകൊണ്ട് ഒന്നുകൂടി പുതപ്പിച്ചുകൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ്. ഉറങ്ങിയോ? പാല് കുടിച്ചോ മോളെ? അവർ ചോദിച്ചു. കുടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഉറങ്ങി, അവൾ പറഞ്ഞു. സമാധാനായി. ഞാൻ നന്നായി പേടിച്ചു. കരച്ചു തുടങ്ങിയ ഭയങ്കര വാശിയാ, അപ്പനെ പോലെ തന്നെ. പക്ഷേ സണ്ണിക്കുഞ്ഞ് ആളൊരു പാവാട്ടോ. വാശിയും ദേഷ്യവും കുറച്ച് കൂടുതലാണെങ്കിലും അത് എടുക്കേണ്ടവരോട് മാത്രമേ എടുക്കാറുള്ളൂ. അല്ല, മോളുടെ കുഞ്ഞിൻ്റെ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഗായത്രിയുടെ കൂടെ ഉറങ്ങുന്നുണ്ട്, അവൾ പറഞ്ഞു. എന്നാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ? അവൾ ചോദിച്ചു. ശരി മോളെ എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ത്രേസിയെടുത്തി വാതിലടയ്ക്കണ്ടേ? അവൾ ചോദിച്ചു. ഈ വീട്ടിലേക്ക് ഒരാളും അനുവാദമില്ലാതെ കയറില്ല മോളെ, അതുകൊണ്ട് അടയ്ക്കണ്ട, അവർ ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. ഗായത്രിയും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് വാതിക്കൽ കിടക്കുന്ന ആ 2 നായ്ക്കളെയും അവൾ കാണുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവളെ കണ്ടിട്ടും അവർ അങ്ങനെ തന്നെ കിടന്നു. പെട്ടെന്ന് അവളൊന്ന് പേടിച്ചുവെങ്കിലും അവർ അനങ്ങാതെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു ആശ്വാസം തോന്നി. അവൾ അവരെ 2 പേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഔട്ട് ഹൗസിലേക്ക് നടന്നു. കുറെ കഴിഞ്ഞതും ഗായത്രി കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റോ? നല്ല സുഖമായിരുന്നു ഇവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ, ഗായത്രി മടിയിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ കുറച്ച് പാല് കൊടുക്ക് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗൗരി റൂമിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് ചെന്നു. പാല് കൊടുത്ത് കുറച്ചു നേരം കളിപ്പിച്ചിരുന്നു. ഗൗരി, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? ഇപ്പം തന്നെ സമയം 2 മണിയായി, ഗായത്രി പറഞ്ഞു. എന്നാലും അമ്മയും റോസി അമ്മച്ചിയും പോയിട്ട് ഒരുപാട് സമയമായല്ലോ, ഇതെന്താ വരാത്തത്?
അത് ചിലപ്പോൾ റോസി അമ്മച്ചിയുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടായിരിക്കും വരുന്നത്. നീ എന്തായാലും വാ, അമ്മച്ചി ഉള്ളത് കൊണ്ട് പേടിക്കണ്ട, എന്തെങ്കിലും അവർ കഴിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് ഗായത്രി വിളിച്ചതും അവൾ കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് തന്നെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. കുഞ്ഞിപ്പെണ്ണിനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവൾ ഭക്ഷണം കഴിച്ചു. നമുക്ക് ഒരു തൊട്ടിലി വാങ്ങാം, ഗായത്രി പറഞ്ഞു. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവളിപ്പോൾ നമ്മുടെ ചൂട് പറ്റി വളരുന്നത് ആണ് നല്ലത്. ഭക്ഷണം കഴിച്ച് കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ത്രേസ്യയെടുത്തി കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് കണ്ടത്. ഗൗരിക്ക് കൈ കഴുകാൻ വേണ്ടി ഗായത്രി കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങി ചേർത്ത് പിടിച്ചിരുന്നു. എന്തുപറ്റി ചേട്ടത്തി? ഗായത്രി ചോദിച്ചു. എന്ത് ചെയ്യാനാ മോളെ, കണ്ണ് തുറന്നപ്പോൾ മുതൽ കരച്ചിലാ. ഞാൻ പാലും കുറുക്കും എല്ലാം കൊടുക്കാൻ നോക്കി, ഒരു തുള്ളി അവൻ കുടിച്ചിട്ടില്ല. കുറച്ചു മുമ്പ് മോള് കൊടുത്തപ്പോൾ വയറ് നിറച്ച് പാല് കുടിച്ചതാണ്. പിന്നെ നല്ല ഉറക്കായിരുന്നു. ഇപ്പോഴേ പാല് കുടി കഴിഞ്ഞിട്ട് 3-4 മണിക്കൂറായില്ലേ, വീണ്ടും വിശക്കുന്നുണ്ടാവും. മോളെ ഒന്ന് പാല് കൊടുക്കാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ നീട്ടിയതും അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ കണ്ടപ്പോൾ ആ കണ്ണുകൾ വിടർന്നതുപോലെ അവൾക്ക് തോന്നി. അവൾ 2 കൈ നീട്ടി കുഞ്ഞിനെ മേടിച്ചു. കുഞ്ഞ് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു. അതെന്തിനാണെന്ന് ഇപ്പോൾ ഗൗരിക്ക് അറിയാം. നീ മോനെ അകത്ത് കൊണ്ടുപോയി ഈ പാല് കൊടുക്ക് എന്ന് പറഞ്ഞ് ഗായത്രി കയ്യിലുണ്ടായിരുന്ന കുപ്പിപ്പാല് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഗൗരി കുഞ്ഞിനെയും ആ പാലുമായി റൂമിലേക്ക് നടന്നു. നീ കുഞ്ഞിന് പാല് കൊടുത്ത് കൊണ്ടുവന്നിട്ട് മോളെ ഞാൻ അവിടെ കിടത്താം, അല്ലെങ്കിൽ കുഞ്ഞിച്ചക്കൻ കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പിന്നെ കരച്ചിൽ നിർത്താതെയാവും എന്ന് പറഞ്ഞ് ഗായത്രിയും ചേട്ടത്തിയും സിറ്റൗട്ടിലിരുന്നു. അതൊരാശ്വാസം പോലെ അവൾക്ക് തോന്നി. ഗൗരി കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിൻ്റെ വാതിൽ ചാരി അവൾ കുഞ്ഞിനെയും കൊണ്ട് ബെഡിലേക്കിരുന്നു. അപ്പോഴേക്കും ചെക്കൻ മുഖവും കൈയും കൊണ്ട് അവളുടെ മാറിലേക്ക് പരതുന്നുണ്ട്. അത് കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ, എപ്പോഴും ഇങ്ങനെ പറയല്ലേ, അമ്മയ്ക്ക് പറ്റുന്ന സമയത്ത് അമ്മ വന്ന് പാല് തരാം, അല്ലാത്തപ്പോൾ എൻ്റെ മോൻ ഈ കുപ്പിപ്പാല് കുടിക്കണം കേട്ടോ, അവൾ കുഞ്ഞിനോട് പറയുന്നുണ്ട്. എവിടെ? മോൻ പാല് കുടിക്കാനുള്ള വെപ്രാണത്തിൽ അവളുടെ മാറിൽ മുഖമിട്ട് ഉരയ്ക്കുന്നത് കണ്ടതും ഗൗരി സാരി പതിയെ മാറ്റി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. പാല് കൊടുക്കാൻ വൈകിയതിൻ്റെ പരാതി തീർക്കുന്നത് പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ ശബ്ദം മൂളിയാണ് പാല് കുടിക്കുന്നത്. അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ കുഞ്ഞിൻ്റെ തുടയിൽ പതിയെ തട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴും മൂളിക്കൊണ്ട് തന്നെ പാല് കുടിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞതും പാലുകൂടി നിർത്തി. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ തുടങ്ങി. വായിൽ പാല് നിറച്ച് വെച്ചിട്ടുള്ള ആ ചിരി കണ്ടപ്പോൾ ഗൗരിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കുടിക്ക്, എന്തിനാ വായിൽ വെച്ചുകൊണ്ടിരിക്കുന്നേ? വിശക്കുമ്പോൾ പിന്നെ കുടിക്കാനാണോ? കണ്ണാ, അമ്മയുടെ മോൻ അത് മുഴുവൻ കുടിച്ചോട്ടോ, അമ്മയ്ക്ക് പറ്റുന്ന സമയങ്ങളിൽ എല്ലാം വന്ന് പാല് തരാട്ടോ. അമ്മയുടെ മോനറിയോ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വളരെ കുറച്ച് പാലേ കുടിക്കുന്നുള്ളൂ. കുറച്ച് കുടിക്കുമ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോവും. പിന്നെ അമ്മയുടെ 2 മാറിൽ നിന്നും പാല് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അമ്മ എല്ലാ ദിവസവും കളയുകയാണ് പതിവ്. ആ പാല് എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അവൾ വളരെ പതിയെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. കുഞ്ഞ് അവളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് ആ ചുണ്ടിൽ ഒരു പാൽപുഞ്ചിരി വിരിയുന്നുണ്ട്. ഗൗരി അത് ശ്രദ്ധിച്ചു. എന്നാൽ വാതിക്കൽ ഇതെല്ലാം കണ്ടുകൊണ്ട് റോസി അമ്മച്ചി നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തുപോയി വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടത്തി ഔട്ട് ഹൗസിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് കണ്ട് ഗായത്രിയുടെ അമ്മയുടെ ഒപ്പം അങ്ങോട്ട് വന്നതാണ്. അപ്പോഴാണ് പറഞ്ഞത് മോൻ കരഞ്ഞിട്ട് കൊണ്ടുവന്നതാണെന്നും ഗൗരി മോള് നേരത്തെ കൊടുത്തപ്പോൾ പാല് മുഴുവൻ കുടിച്ചു എന്നും പറഞ്ഞു. ഞാൻ പോയി കുഞ്ഞിനെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അമ്മച്ചി അകത്തേക്ക് കയറി വന്നപ്പോഴാണ് കുഞ്ഞിനെ മടിയിൽ വെച്ച് പാല് കൊടുക്കുന്ന ഗൗരിയെ കാണുന്നത്. അമ്മയുടെ മോൻ എന്ന് പറഞ്ഞ് കുഞ്ഞിനോട് സംസാരിക്കുന്ന ഗൗരിയെ കണ്ടതും റോസി അമ്മച്ചിയുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന റോസി അമ്മച്ചിയെ കണ്ടതും ഗൗരി പേടിച്ചു. അവളുടെ മുഖം വിളറി വെളുത്തു. ഇപ്പോൾ കരയും എന്നുള്ള രീതിയിൽ അമ്മച്ചിയെ നോക്കി. അമ്മച്ചി നടന്ന് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് മടിയിലിരുന്ന് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ റോസി അമ്മച്ചി കാണുന്നത്. ഇത്രയും നാളും ആ കുഞ്ഞിൻ്റെ മുഖത്ത് ഇത്രയും സന്തോഷമോ ഒരു തെളിച്ചമോ ഉണ്ടായിരുന്നില്ല എന്ന് അമ്മച്ചിക്ക് തോന്നി. അവൻ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വയറ് നിറഞ്ഞ സന്തോഷത്തിൽ കിടക്കുകയാണെന്ന് അവർക്ക് മനസ്സിലായി. അത് കുഞ്ഞ് കുപ്പിപ്പാൽ കുടിച്ചില്ല. ഞാൻ കുറേ നേരം നോക്കി, പക്ഷെ പറ്റിയില്ല. ഞാൻ കുഞ്ഞ് എൻ്റെ മാറിലും മുഖം ചേർത്തിച്ചപ്പോൾ എൻ്റെ മാറിൽ നിന്നും പാല് പുറത്തേക്ക് വന്നു. കളയാൻ തോന്നിയില്ല.
അവൾ പേടിയോടെയും സങ്കടത്തോടും വെപ്രാളത്തോടും പറയുന്നത് കേട്ട് റോസി അമ്മച്ചി അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നും പിഴിഞ്ഞു കളയുന്ന ആ മുലപ്പാല് എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റുമെങ്കിൽ അതെൻ്റെ കുഞ്ഞിന് കൊടുക്കാമോ? അമ്മച്ചി ചോദിച്ചതും അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതോടൊപ്പം അത് കേട്ട ഗൗരിയുടെയും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എപ്പോഴും എൻ്റെ മാറിൽ നിന്നും പാല് പിഴിഞ്ഞു കളയാൻ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. അമ്മച്ചി പറഞ്ഞതുപോലെ ആ പാല് ഈ കുഞ്ഞു മോൻ്റെ വിശപ്പ് മാറ്റുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അവൾ പറഞ്ഞു. ശരി, പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി, റോസി അമ്മച്ചി പറഞ്ഞു. അവൾ പുഞ്ചിരിയോടെ തന്നെ സമ്മതിച്ചു. കുഞ്ഞിനെ എടുത്തു. നല്ല സന്തോഷത്തിലാണ്. മുഖത്തെല്ലാം ആ തെളിച്ചമുണ്ട്. വല്യമ്മച്ചിയുടെ മോൻ പാല് കുടിച്ചോ? വയറ് നിറഞ്ഞോ? അമ്മ പാല് തന്നോ? എന്നെല്ലാം പറഞ്ഞ് റോസി അമ്മച്ചി കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്. മോൻ കരയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അങ്ങോട്ട് വരികയോ ചെയ്യാം കേട്ടോ, റോസി അമ്മച്ചി പറഞ്ഞുകൊണ്ട് ഗൗരിയുടെ കവിളിൽ കൈകൊണ്ട് പിടിച്ചു. ഇനി ഉറങ്ങിക്കോളും, കൊണ്ടുപോയിക്കോട്ടെ, അവർ ചോദിച്ചതും ഗൗരി ചിരിയോടെ സമ്മതിച്ചു. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അമ്മച്ചി ആ വീടിന് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുകൾ നിറയുന്നതോടൊപ്പം തന്നെ അവരുടെ കണ്ണുകളിൽ വളരെ തിളക്കവും ഉണ്ടായിരുന്നു. ഗായത്രിയുടെ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഡൈനിങ് ടേബിളിൽ നിരത്തി വയ്ക്കുന്നത് കണ്ടതും ഇത് കുറേയുണ്ടല്ലോ, ഗായത്രി ചോദിച്ചു. ഇതെല്ലാം നേരിട്ട് നോക്കി എടുത്തതാണ്. അതുമാത്രമല്ല, റോസിയെ കണ്ടപ്പോൾ അവിടെയുള്ളവർക്ക് എന്തൊരു ബഹുമാനമായിരുന്നെന്നറിയോ. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നോക്കി ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ റോസി പറഞ്ഞു കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ മതി, ബാക്കി മുഴുവനും സണ്ണിക്കുഞ്ഞ് വരുമ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറയാമെന്ന്. എവിടെയോ ആദിവാസി മൂപ്പൻ താമസിക്കുന്നുണ്ട്. അവരുടെ കുറച്ച് ആളുകൾ അവിടെ നിന്നും പച്ചമരുന്നുകളും ആയുർവേദ മരുന്നുകളും എല്ലാം ഇവിടെ എത്തിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ അതുകൊണ്ട് ആരും ഹോസ്പിറ്റലിലൊന്നും പോകാറില്ലാത്രേ. ഇപ്പോൾ വന്നിട്ട് 2 മാസമായിന്ന്. മരുന്നുകളെല്ലാം അതുകൊണ്ട് ഇപ്രാവശ്യം വരുമ്പോൾ തന്നെ സണ്ണിക്കുഞ്ഞിനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് അതുവരെ ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ് ഇതെല്ലാം എന്ന് അമ്മ പറയുമ്പോൾ ഗായത്രി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ഗൗരിയെ നോക്കുന്നത്. ഗൗരിയുടെ മുഖത്ത് വിഷമമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ചേട്ടത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മരുന്നുകളും മറ്റും ഉണ്ടാക്കാൻ. മോളുടെ തലയിൽ തേക്കാനുള്ള എണ്ണയും മറ്റും കാച്ചാനായിട്ട് റോസി അമ്മച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ പറയുന്നത് കേട്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണ് നിറച്ചല്ലോ. എന്തെങ്കിലും കേൾക്കാൻ കാത്തിരിക്കുക ഈ പെണ്ണ് അപ്പോൾ കരയാൻ വേണ്ടി. ഗായത്രി അവളെ കളിയാക്കി. അല്പസമയം കഴിഞ്ഞതും ചേട്ടത്തി വന്നു. പിന്നെ അമ്മച്ചിയും ചേട്ടത്തിയും കൂടി എണ്ണ കാച്ചലും മറ്റും തിരക്കിലായി. അതിനിടയ്ക്ക് റോസി അമ്മച്ചി കുഞ്ഞിനെ കൊണ്ടുവന്നു. കരയുന്നൊന്നുമില്ല, അമ്മച്ചി സാധനങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. മോനെ ഗൗരിയുടെ റൂമിൽ തന്നെ കിടത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെ കുഞ്ഞിപ്പെണ്ണുമുണ്ട്. ഗൗരി, ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരുപോലെ തോന്നുന്നുണ്ടോ നിനക്ക്? ഇനി എനിക്ക് മാത്രം തോന്നുന്നതാണോ? ഗായത്രി ചോദിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഈ സ്റ്റോറി 2-3 ദിവസം വൈകി. ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദന ഉണ്ടായിരുന്നു, ഈ ചൂടിൻ്റെ ഞാൻ തോന്നുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.